നിനക്ക് പ്രിയപ്പെട്ട ഒരാളിൻ്റെ അസ്ഥികൂടമാണത്. ആരാ ഇത്? ആരെയാ നിങ്ങൾ കൊന്നത്? അതാണ് ചോദ്യം. അങ്ങനെ ചോദിക്കേ. നോക്കിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് ചെല്ല്. വണ്ടി അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പോയി വണ്ടി കയറ്. ഹലോ. പ്രകാശ, സംശയിക്കണ്ട, അത് അസ്ഥികൂടം തന്നെ. കത്തിക്കരിച്ചു കളഞ്ഞ ഒരു മനുഷ്യന്റെ ചൂടുമാറാത്ത നല്ല പച്ച അസ്ഥികൂടം. ഇതെന്തിനാ സാറേ എന്റെ കയ്യിൽ തന്നുവിട്ടത്? പറയാം. അതിനു മുമ്പ് നീ ചോദിക്കേണ്ടിയിരുന്നൊരു ചോദ്യം ഇതായിരുന്നില്ലല്ലോ പ്രകാശ. ചോദിക്കടാ, ആ ചോദ്യം ചോദിക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. പ്രകാശ, നിനക്ക് പ്രിയപ്പെട്ട ഒരാളിൻ്റെ അസ്ഥികൂടമാണത്.
ആരാ ആരാ ഇത്? ആരെയാ നിങ്ങൾ കൊന്നത്? ആ അതാണ് ചോദ്യം. അങ്ങനെ ചോദിക്കേ. ഇത് നിന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെ നിന്റെ അച്ഛൻ കരുതിയിരുന്ന ആ തടിയൻ സോമനില്ലേ, അവന്റെ അസ്ഥികൂടമാണത്. ഹാപ്പി അല്ലേ? എന്താ സന്തോഷായില്ലേ? എടാ, ഒറ്റയടിക്ക് 15 ലക്ഷം രൂപയാണ് നിനക്ക് ലാഭിച്ചത്. സന്തോഷായില്ലേ? ഇപ്പൊ സന്തോഷായില്ലേ? എടാ പ്രകാശ, കൊന്നാൽ പാപം തിന്നാ തീരുമെന്നല്ലേ? ഒരു മെഷീനിൽ കയറ്റി ആ ബോഡി അങ്ങ് കരിച്ചു കളഞ്ഞതാ. ആ അസ്ഥികൂടം നശിക്കാതെ അതേപടി ഇങ്ങ് കെട്ടി. ഇനി ആ വാനിൽ വച്ചിരിക്കുന്ന മൺവെട്ടി എടുത്ത് ആ അസ്ഥികൂടം ആ പ്ലോട്ടിൽ അങ്ങോട്ട് കുഴിച്ചിട്ടേക്ക്. ഇല്ല ഇല്ല, ഞാനോ ചെയ്യില്ല. പ്രകാശിനൊരു ഫ്രോഡാണ്, ശരി തന്നെ. പക്ഷേ ക്രിമിനൽ അല്ല. അല്ല, എനിക്കറിയാം. പക്ഷെ ആയിക്കോളും. അതിനുള്ള തുടക്കമാണടാ ഇത്. ഒരു കൈത്തഴക്കൊക്കെ വേണ്ടേ? പ്രകാശ, നീ ചെയ്തേ പറ്റൂ. സാറേ, സാർ എന്നെ ചതിക്കരുത്. എന്റെ വീടും പണമൊക്കെ സാറെടുത്തു. ഒന്നും എനിക്ക് തിരിച്ചു തരണ്ട. പക്ഷേ ഞാനിതിന് കൂട്ടു നിൽക്കില്ല. എടാ, നീ വെറുതെ മണ്ടത്തൊന്നും വിളിച്ചു പറയല്ലേ. നീ അവിടെ അസ്ഥികൂടമായിട്ട് ചെന്നതിന്റെ തെളിവുണ്ടാ? വേണേ ഞാൻ ഇപ്പൊ അയച്ചു തരാം. ചതിക്കരുത് പ്ലീസ്. എടാ, ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നീ ക്രിമിനൽ കേസിലും അകത്തു പോകും. ഭാര്യയും അമ്മായിയമ്മയും ചെക്ക് കേസിലും അകത്തു പോകും. നിന്റെ കുടുംബം ഞാൻ കുത്തുപാള അടിപ്പിക്കും. പോരെ? അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് ആ സ്യൂഡ് ആ പ്ലോട്ട് കുഴിച്ചിടാൻ നോക്കണം. പോടാ, ചെല്ലണം. ഹലോ ഹലോ ഹലോ. ഇനി സ്വസ്ഥമായിട്ട് ഉറങ്ങാം.